എന്നിട്ട് ഫാമിലി പ്ലാനിംഗ് കൊണ്ടുവന്നു. ആദ്യം നാം 1 നമുക്ക് 3 പറഞ്ഞു, നാം 1 നമുക്ക് 2 പറഞ്ഞു, അവസാനം നാം 1 നമുക്ക് 1 എന്ന് പറഞ്ഞു. ഇത് മുന്നിൽ നിന്ന് നടപ്പാക്കിയ ഒരു രാജ്യമാണ് ചൈന എന്ന് പറയുന്നത്. ഇന്ന് ആ ചൈന കരയുകയാണ്. എന്തേ കാര്യം? അവിടെയുള്ള റേഷ്യോ തെറ്റി. എന്തേ റേഷ്യോ തെറ്റാ കാരണം? ഈ മാൽത്തൂസിയൻ തിയറിയാണ് ലോകത്ത് നടപ്പാക്കപ്പെട്ടത്. എന്താ മാൽത്തൂസ് വാദിച്ചത്? ജനം പെരുകിയാൽ ദാരിദ്ര്യം വർദ്ധിക്കും, വിഭവപ്പേടി ഉണ്ടാകുമെന്നതാണ്. 1789 ടി.ആർ. മാത്യൂസ് എഴുതിയ ആൻ എസ്സേ ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് പോപ്പുലേഷൻ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞതാണ്. ഈ തിയറി അനുസരിച്ച് അമേരിക്കൻ ദമ്പതികളായ പേൾ ആർ എർലിച്ചും അന്നെ എർലിച്ചും ചേർന്ന് 1968 എഴുതിയ ഒരു ഗ്രന്ഥമുണ്ട്. പോപ്പുലേഷൻ ബോംബ് എന്നാണ് ആ ഗ്രന്ഥത്തിന്റെ പേര്. ആ ഗ്രന്ഥത്തിന്റെ ഉള്ളടക്കത്തിൽ പറഞ്ഞ ആശയം എന്താണെന്നോ, 1985 ആകുമ്പോഴേക്കും ലോകം ഭക്ഷ്യക്ഷാമത്തിൽ മുങ്ങിക്കുളിക്കും, സമുദ്രങ്ങൾ ഇല്ലാതെയാകും, പാശ്ചാത്യ രാജ്യങ്ങൾ മരുഭൂമിയാകും, മൃഗങ്ങളെല്ലാതും ചത്തടിയും, ആയുർദൈർഘ്യം 42 കുറയും എന്നൊക്കെയാണ് അവർ പ്രവചിച്ചത്. എന്തേ എന്നിട്ട് സംഭവിച്ചു? ഇന്ന് 8.2 ബില്യണിന് മുകളിൽ ജനസംഖ്യ എത്തിയിട്ടും ഈ പറഞ്ഞതൊന്നും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, ജനസംഖ്യ ഇരട്ടിയായപ്പോൾ ഭക്ഷ്യോൽപാദനം 3 ഇരട്ടിയായി വർദ്ധിച്ചു എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള കണക്ക്. മാത്രവുമല്ല, ഈ ഫാമിലി പ്ലാനിംഗ് നടപ്പാക്കിയ രാജ്യങ്ങളോ ഇന്ന് യു ടേൺ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ചൈനയും അതുപോലെ ജപ്പാനും റഷ്യയും ഉക്രൈനും ഒക്കെ ഈ വിഷയത്തിൽ നമ്മുടെ മുമ്പിൽ അനുഭവ പാഠമായിട്ടുണ്ട്. അവരുടെ രാഷ്ട്ര നേതാക്കന്മാർ വന്ന് കരയാണ്, ഒരു വീട്ടിൽ ചുരുങ്ങിയത് 5 കുട്ടികളെങ്കിലും ഉണ്ടാകണമെന്ന്. ഇല്ലെങ്കിലോ എല്ലാവരും മുതിർന്ന ആളുകളായി മാറിയിട്ടുണ്ട്. അവരെ പരിചരിക്കാൻ വീട്ടിലാരും മക്കളില്ല. ചില ഗ്രാമങ്ങളിലെ ആ ഗ്രാമങ്ങൾ തന്നെ എടുത്തൊഴിവായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ പട്ടണങ്ങളിലെ കളിപ്പാട്ടം വിൽക്കുന്ന കടകൾ കാലിയായിക്കൊണ്ടിരിക്കുകയാണ്, അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കുട്ടികളില്ല. അതുപോലെ കമ്പനികളിൽ ജോലി ചെയ്യാൻ യുവാക്കളില്ല. അപ്പൊ സംഭവിച്ചത് എന്താ? മാൻ പവർ നഷ്ടപ്പെട്ടപ്പോ, പുതിയ തലമുറ നഷ്ടപ്പെട്ടപ്പോ വൃദ്ധന്മാർ വീടുകളിൽ ആരോരുമില്ലാതെ, അന്വേഷിക്കാൻ കുടുംബങ്ങളില്ലാതെ, മക്കളില്ലാതെ അവർ മരിച്ചുപോയിക്കൊണ്ടിരിക്കുന്നു. വീടുകളിന്റെ ഉള്ളിൽ മരിച്ചു കിടക്കുന്ന, ഫ്ളാറ്റുകൾക്കകത്ത് മരണപ്പെട്ട് കിടക്കുന്ന ആളുകളെ കണ്ടെത്താൻ പോലും കഴിയുന്നില്ല. പിന്നെ ആരെങ്കിലും ആ വഴിക്ക് പോകുമ്പോ അതിദുർഗന്ധം വമിക്കുമ്പോ ആ റൂം തുറന്നു നോക്കുമ്പോഴാണ് മനുഷ്യന്മാർ അവിടെ മരിച്ചു വീഴുന്ന രംഗം കാണുന്നത്. അങ്ങനെയുള്ള ഒരു ഗതിയിലേക്ക് നമ്മുടെ തൊട്ടടുത്ത രാജ്യമായ ചൈനയെ തള്ളിവിട്ടത് ഈ പുരോഗമനത്തിന്റെ പുരപ്പുറത്ത് കയറി വിളിച്ചുകൂവിയ ഈ ചിന്താഗതിയാണ്.